രണ്ട് മഹാസമുദ്രങ്ങൾ കൂടിച്ചേരുന്ന, ആത്മാക്കൾ നക്ഷത്രങ്ങളാകുന്ന, സൂര്യൻ ആദ്യമായി ഭൂമിയെ തഴുകുന്ന ഒരു അത്ഭുത സ്ഥലം. ഇറ്റ്സ് കേപ്പ് റിംഗ. വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. നല്ല മഴയുള്ള ഒരു ദിവസമാണിന്ന്. യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞു. കാലാവസ്ഥയെ വകവയ്ക്കാതെ ഞങ്ങൾ ഇറങ്ങുകയാണ്. ലക്ഷ്യം ന്യൂസിലാൻഡിൻ്റെ വടക്കേ അറ്റവും ഭൂമിയുടെ ആരംഭവുമായ കേപ്പ് റിംഗ. ഒലിവറും വളരെ എക്സൈറ്റഡ് ആണ് ഇന്ന്. ഇത് ഒരു ലോങ് ഡ്രൈവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 4-4.5 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. അതുകൊണ്ട് തന്നെ ഞാനും വൈഫും ഡിവൈഡ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ ലോങ് ഡ്രൈവ് എൻജോയ് ചെയ്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവിംഗ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്ര ഞങ്ങൾക്കൊട്ടും മടുപ്പില്ലാത്തതാണ്. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടത്. അകലെ ആകാശത്ത് മഴ പെയ്യുന്നത്. അത് കാണാൻ എന്തു ഭംഗിയാണല്ലേ. പ്രകൃതിയിലെ ഓരോ കാഴ്ചകളും അതിമനോഹരം തന്നെ. ഇങ്ങനെയുള്ള കാഴ്ചകൾ വളരെ അപൂർവമായി നമുക്ക് കിട്ടാറുള്ളൂ. അങ്ങനെ വീണ്ടും മുൻപോട്ട് അടുത്ത ടൗൺ എത്തി, കവകവ. ഇതൊരു ചെറിയ ടൗണാണ്. ന്യൂസിലാൻഡിലെ ഒരു ജനവിഭാഗമായ മൗറി ജനവിഭാഗം തിങ്ങിപ്പാർത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. പിന്നീട് യൂറോപ്യൻ സെറ്റിൽമെൻറ്റ് വഴി ഡെവലപ്ഡ് ആയ ഒരു ടൗണാണിത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് റോഡിന് നടുവിലൂടെയുള്ള ട്രെയിൻ ട്രാക്ക്. അതിലൂടെ ട്രെയിൻ പോകുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. റോഡിന് ഇരുവശവുമായി മറ്റു വാഹനങ്ങളും ഒത്ത നടുക്ക് ട്രെയിനും. അത് ഒരു ഒന്നൊന്നര കാഴ്ചയാണ്. ഇതെല്ലാം വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് വളരെയധികം ആകർഷിക്കുന്നു. ഇവിടെ വിനോദസഞ്ചാരികൾക്കായി പ്രത്യേകം ഒരു സീനിക് ട്രെയിൻ ഉണ്ട്. ഈ കാണുന്ന ട്രെയിൻ സ്റ്റാച്യൂസ് എല്ലാം ഈ ടൗണിൻ്റെ ലാൻഡ്മാർക്കാണ്. ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ മുമ്പോട്ട് തന്നെ. ഡ്രൈവിങ്ങിന് ഇടയിൽ ഞങ്ങൾ എപ്പോഴും ചെറിയൊരു ബ്രേക്ക് എടുക്കും. അത് ആവശ്യമുള്ള കാര്യവുമാണ്. ന്യൂസിലാൻഡിൻ്റെ വടക്കേ അറ്റത്ത് പോകുന്ന ഈ യാത്ര മനസ്സിനെ തന്നെ മാറ്റിമറിക്കുന്ന അനുഭവമാണ്. വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡുകൾ, ഇരുവശത്തും പച്ചപ്പുള്ള കുന്നുകൾ, അകലെയായി നീലാകാശവും കടലും, ചെറിയ ഗ്രാമങ്ങൾ, ചെമ്മരിയാടുകളും പശുക്കളും മേയുന്ന പുൽപ്പുറങ്ങളും. ഓരോ വളവിലും പുതിയൊരു കാഴ്ച നമ്മെ കാത്തിരിക്കുന്നു. കാർ മുന്നോട്ട് പോകുന്നു. ഇരുവശത്തും പച്ച മലകളും നീലമേഘങ്ങളും. ഒന്നും സംസാരിക്കുന്നില്ല, എന്നാൽ എന്തെല്ലാമോ അവ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുന്നുണ്ട്. ന്യൂസിലാൻഡിലെ റോഡുകൾ വേഗത്തിനായല്ല, അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓരോ വളവും ഒരു പുതിയ ശ്വാസം പോലെ. ഇവിടുത്തെ പ്രകൃതി ഭംഗി പോലെ തന്നെയാണ് ഇവിടുത്തെ എയർ ക്വാളിറ്റിയും. തടാകം കണ്ണാടി പോലെ നിശബ്ദം. മേഘങ്ങൾ അതിൽ സ്വന്തം മുഖം നോക്കുന്നു. ഇവിടെ മേഘങ്ങളെല്ലാം ആകാശത്തിൽ അനന്തമായി നീളുന്നു. ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. കാർ പാർക്ക് ചെയ്ത് കവാടം കടന്നു ലൈറ്റ് ഹൗസ് ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു നീങ്ങി. കവാടത്തിലെ കൊത്തുപണികളെല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ്. ഇവിടെ ഫ്രീ എൻട്രിയുമാണ്. ആ കാണുന്ന സ്ഥലത്താണ് 2 മഹാസമുദ്രങ്ങൾ കൂടിച്ചേരുന്നത്. അത് കാണുമ്പോൾ 2 അതികായന്മാർ ഏറ്റുമുട്ടുന്നത് പോലെയാണ്. ഇതിലൊന്ന് പസഫിക് ഓഷ്യനും മറ്റേത് ടാസ്മാനിയൻ ഓഷ്യനുമാണ്. പസഫിക് ഓഷ്യൻ ഡാർക്ക് ബ്ലൂ കളറും ടാസ്മാനിയൻ ഓഷ്യൻ ഗ്രീൻ കളറുമാണ്. ഇതിൽ നിന്ന് നോക്കുമ്പോൾ 2 സമുദ്രങ്ങളും അനന്തതയിലേക്ക് നീണ്ടു നിവർന്നു കിടക്കുന്നു. ഇവിടെ ആകാശവും സമുദ്രവും കൂടിച്ചേരുന്നത് പോലെ തോന്നും. സമുദ്രത്തിലെ വെള്ളക്കളർ കാണുമ്പോൾ അത് ആകാശത്തിലെ മേഘങ്ങൾ പോലെയുണ്ട്. ഈ വീഡിയോയിൽ ഗ്രീൻ കളറും ബ്ലൂ കളറും നിങ്ങൾക്ക് നല്ല പോലെ വിസിബിളാകും. നമ്മൾ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നത് ലൈറ്റ് ഹൗസാണ്. കുന്നിൻ മുകളിൽ നിശബ്ദമായി നിൽക്കുന്ന ലൈറ്റ് ഹൗസ്. അതൊരു വഴികാട്ടിയാണ്. കപ്പലുകൾക്ക് മാത്രമല്ല, നമ്മളുടെ ചിന്തകൾക്കും. ഇവിടെ വരുന്നവർ ഒരു ഫോട്ടോയെങ്കിലും എടുക്കാതെ മടങ്ങാറില്ല. കാരണം ഇതെല്ലാവരും ഒരിക്കലെങ്കിലും കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇത് കണ്ടവർ ഒരിക്കൽ മറക്കാനും ആഗ്രഹിക്കുന്നില്ല. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ലക്ഷ്യം ലൈറ്റ് ഹൗസാണ്. അങ്ങോട്ട് കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. ഇന്ന് തിരക്ക് കുറവാണ്. എങ്കിലും കാറ്റ് നല്ല പോലെയുണ്ട്.
നിങ്ങൾക്കത് വഴിയേ മനസ്സിലാകും. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരിക്കലെങ്കിലും ഈ സ്ഥലം സന്ദർശിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ വളരെ നല്ലത്. ഭൂമിയുടെ എല്ലാ ദിശകളും ഇവിടെ ഒന്നായി തോന്നുന്നു. നമ്മൾ വളരെ ചെറുതാണെന്ന് ഓർമ്മിപ്പിക്കാൻ. ലൈറ്റ് ഹൗസിലേക്കുള്ള ദൂരം കുറഞ്ഞു വന്നു. ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫലകങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട്. ഇത് മീറ്റിംഗ് പോയിന്റ് ആണെന്നാണ് കൊത്തിവെച്ചിരിക്കുന്നത്. 2 ഓഷ്യൻസ് മീറ്റ് ചെയ്യുന്നത്. കാറ്റ് അതിഗംഭീര വരവേൽപ്പാണ് ഞങ്ങൾക്കിവിടെ ഒരുക്കി വച്ചിരുന്നത്. ഒരു നിമിഷം ഞങ്ങൾ പറന്നു പോകുമോ എന്നുവരെ ഞങ്ങൾക്ക് തോന്നിപ്പോയി. നിന്നാൽ ദിശകൾക്ക് അർത്ഥം മാറുന്നു. വടക്ക് കാറ്റും കടലും, തെക്ക് നീണ്ട യാത്രകൾ, കിഴക്ക് ഉദയമാകുന്ന വെളിച്ചം, പടിഞ്ഞാറ് അസ്തമിക്കുന്ന ശാന്തത. മൗറി ജനതയ്ക്ക് ഇതൊരു ടൂറിസ്റ്റ് സ്ഥലമല്ല. ഇത് ആത്മാക്കളുടെ യാത്ര തുടങ്ങുന്ന സ്ഥലമാണ്, അവസാനമല്ല. ഇവിടെ നിന്നാണ് ആത്മാവ് കടലിനപ്പുറത്തുള്ള പൂർവികരുടെ ലോകത്തിലേക്ക് മടങ്ങുന്നത്. കാറ്റ് ശക്തമാണ്, ശബ്ദം കൂടുതലാണ്. കേപ്പറിങ്ക നമ്മോട് പറയുന്നത് ഇതാണ്: ഭൂമിയെ കീഴടക്കാനല്ല, അത് ആദരിക്കാൻ പഠിക്കൂ. നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും മാറ്റരുത്, ഒരു കല്ല് പോലും. ഓർമ്മകൾ മാത്രം കൊണ്ടുപോകുന്നു.